ഇപ്പോൾ എൻ്റെ കൂടെ ഒരു അതിഥി ചേരുന്നുണ്ട്. മാപ്പിളപ്പാട്ട് മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഫ്നാൻ ഷാഫി അല്ലേ? എവിടുന്നാണ് വരുന്നത്? കോട്ടയം കോട്ടയം MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു. ആദ്യമായിട്ടാണോ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്? കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു മാപ്പിളപ്പാട്ട് മത്സരമൊക്കെ? ഒരുപാട് പാർട്ടിസിപ്പേറ്റ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. 17 പേരോളം ഉണ്ടായിരുന്നു. ഇന്ന് എ ഗ്രേഡ് കിട്ടിയ ആ പാട്ടൊന്ന് പാടിയാലോ? കിർഫ നബി സ്വഹബ പൂവി ഹുന്നതന ഡാലിഡലിഡ കിർഫ നബി സ്വഹബ പൂവി ഹുന്നതന ഡാലിഡലിഡ കഷ്ടപ്പെട്ട തട്ടുകിഷ്ടാരോഹരഹരം തൽക്ഷണമേ മത്സരമേ ചെടു 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 തകർത്തിട തൽക്ഷണമേ മത്സരമേ ചെടു ചെടു തകർത്തിട കിട്ടിപ്പെട്ട തട്ടിഷ്ടത്താരെ സഫലരിൽ കെൽപ്പരികളുൾ പുരയാം നരീര പുടിപടി 8 കുത്തു തട്ടൊപ്പിത്തിട്ടാനേയുടനുടൻ കൽപ്പരികൾ ഉൾപ്പുറയാ നരീര പുടിപടി 8 കുത്തു തട്ടൊപ്പിത്തിട്ടാനേ ഉടനുടൻ ഹറബ് മുഗൈ ഹറബ് കുഫ്രിലെ മുറവിളിയൊളി കള്ള പുള്ള തള്ളർ കുള്ളു പുകാനേ ഭയക്കതും കിർഫ നബി സ്വഹബ പൂവി ഹുന്നതന ഡാലിഡലിഡ കിർഫ നബി സ്വഹബ പൂവി ഹുന്നതന ഡാലിഡലിഡ കഷ്ടപ്പെട്ട തട്ടുകിഷ്ടാരോഹരഹരം. ഓക്കെ, വളരെ നന്നായിട്ട് പാടിയ പറയേണ്ടതില്ലല്ലോ. എ ഗ്രേഡ് കിട്ടിയ പാട്ട് കൂടിയാണല്ലേ? അപ്പോൾ അടുത്ത വർഷം സംസ്ഥാന കലോത്സവത്തിൽ നമുക്ക് കാണാം അല്ലേ? അതാണ് അത്. ഈ തരത്തിൽ തന്നെയാണ് വലിയ തോതിൽ ആസ്വാദകരുടെ പങ്കാളിത്തം കൂടി. ആദ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ തോതിൽ ആളുകൾ വരുന്നുണ്ടായിരുന്നില്ല എന്നൊക്കെ ആക്ഷേപമൊക്കെ പറയുന്നുണ്ടായിരുന്നു പലരും. എന്നാൽ അങ്ങനെയല്ല, പല വേദികളിലും പ്രധാനപ്പെട്ട ജനപ്രിയ ഐറ്റങ്ങളൊക്കെ നടക്കുന്ന വേദികളിൽ നല്ല തോതിൽ തന്നെ ആസ്വാദകർ എത്തുന്നുണ്ട് എന്നുള്ളത് കൂടി പറയണം. അമൃത. ശരി, മുഹമ്മദ് ഷംസീറാണ് തത്സമയം കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മോണോ ആക്ടിന്റെ യുദ്ധഭൂമിയിൽ കാലിൽ മുറിവുമായി ഒരു മത്സരാർത്ഥി എത്തി. യുദ്ധത്തിന്റെ മുറിവുകൾ അവന്റെ മുഖത്ത് മിന്നി മറഞ്ഞു. ഉമ്മ പക്ഷേ അവന്റെ കാലിലേക്ക് മാത്രം നോക്കിയിരുന്നു. കോഴിക്കോട് എളേറ്റിൽ MJHS സ്കൂൾ വിദ്യാർത്ഥി അമൻ ഹാദിയാണ് ഹൈസ്കൂൾ മോണോ ആക്ടിൽ താരമായത്. കാലിൽ ഇന്നലെ പ്രാക്ടീസ് കഴിഞ്ഞ് വരുമ്പോൾ ചെറിയൊരു ആക്സിഡൻ്റ് ആയി. കാലിന് 2 മുറിവുകളുണ്ട്. ഒന്ന് മുട്ടിൻ്റെ ജസ്റ്റ് താഴെ നല്ലൊരു മുറിവ്, പിന്നെ ചെറിയൊരു മുറിവ് അവിടെ താഴെ. അപ്പോൾ ഹോസ്പിറ്റലിൽ അപ്പം തന്നെ കൊണ്ടുപോയി. അവിടെ അവർ സ്റ്റിച്ച് ഇടാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ മുട്ട് കുത്തുന്ന സമയത്ത് നല്ല പെയിൻ വരും. പിന്നെ ഇവൻ പറഞ്ഞു സ്റ്റിച്ച് ഇടണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സ്റ്റിച്ച് ഇടാതെ വെറുതെ ഡ്രസ്സ് ചെയ്ത് പോകുന്നതാണ്. ചോരയുണ്ട് അവിടെ. സ്റ്റിച്ച് ഇടായിരുന്നു അല്ലേ നമുക്ക്? ഞാൻ യുദ്ധത്തിനല്ലേ പോണമ്മ, യുദ്ധമല്ലേ നമ്മളെ വിഷയോ. ആ മുറിവാണ് ഉണ്ടായിക്കോട്ടെ, അതാ ഉണ്ടെങ്കിലേക്ക് ഒന്ന് ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റൂ. അമ്മ ബേജാറാവണ്ട. 103 on the stage. നമസ്കാരം. യുദ്ധങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അവ ബാക്കി വെക്കുന്നത് അനാഥത്വവും ഉണങ്ങാത്ത മുറിവുകളും മാത്രം. അപ്പോൾ അവൻ ഗംഭീര പെർഫോമൻസ്. വേദിയിൽ നിന്ന് ഈ മുറിവ് വേദനിച്ചോ? വേദനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെ ഈ ഗസയിലെ കുട്ടികളെ മുറിവൊക്കെ അറിയുമ്പോൾ ഇതൊന്നൊരു വേദന അല്ലല്ലോ. മുഖത്ത് വേദന കാണുന്നുണ്ടായിരുന്നു, കാലിൻ്റെ വേദന. ഏതായാലും ആ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് ഇതിൽ ലയിച്ച് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ സ്റ്റിച്ച് ഇടണോ അതോ എന്താ ചെയ്യുക? ഡ്രസ്സ് ഇടാൻ പോവുകയാണ് ഇപ്പം തന്നെ. അടുത്ത നാളെ ഒരു പ്രോഗ്രാം ഉണ്ട്, പാഠകം ഉണ്ട്. സംസ്കൃത പാഠകത്തിൽ മത്സരിക്കുന്നുണ്ട്. അപ്പം അത് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ചെയ്യണം. അമൻ ഹാദിക്കിപ്പോൾ മുറിവ് മാത്രമേയുള്ളൂ, വേദനയില്ല. ഇനി എ ഗ്രേഡ് കൂടി കിട്ടിയാൽ ആ കെട്ടുമഴിക്കാം. കലോത്സവ നഗരിയിൽ നിന്നും ഷബീറിനൊപ്പം PC സൈഫുദ്ദീൻ, മീഡിയ. കലോത്സവം 3 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. നമുക്കിനി പോയിന്റ് നില കൂടി ഒന്ന് പരിശോധിക്കാം.
ഒന്നാം സ്ഥാനത്തുള്ളത് 542 പോയിന്റുമായി കണ്ണൂർ ജില്ലയാണ്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് എന്ന് ഷംസീർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാം സ്ഥാനത്ത് കോഴിക്കോട് ജില്ലയാണ്. 533 പോയിന്റ് ഉണ്ട്. പാലക്കാടും തൊട്ടു പിന്നിൽ തന്നെ 529 പോയിന്റുമായി മൂന്നാം സ്ഥാനത്തുണ്ട്. തൃശൂർ ജില്ലയാണ് നിലവിൽ 4ാം സ്ഥാനത്തുള്ളത്.